അല്ലാഹ് എന്ന് പറയപ്പെടാൻ ഒരാൾ പോലും ഇവിടെ ഇല്ലാത്തൊരു സമയം വരുമ്പോഴാണ് ലോകാവസാനം ഉണ്ടാകുന്നത്. ലാ തഖൂമുസ്സാഅ ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് എന്ന് പറയാൻ മനുഷ്യന്റെ നാവ് കൊണ്ട് സാധ്യമല്ലാതെ വരുന്നൊരു കാലം, മദ്യപാനവും വ്യഭിചാരവും സുലഭമാകുന്ന ഒരു കാലം, ദൈവനിഷേധവും കുഫറും സാധാരണയായി മാറുന്ന ഒരു കാലം. അല്ലാഹ് ഇസ്മുൽ അഅ്ളമാണത്. അലമുൽ ലിദ്ദാത്തിൽ വാജിബിൽ വുജൂദി സുബ്ഹാനഹ്. അള്ളാഹുവിൻ്റെ അറിയപ്പെടുന്ന റബ്ബിൻ്റെ നാമമാണത്. ആ ഇസ്മ പോലും പറയാൻ ഒരാളും ഭൂമിയിൽ ജീവിച്ചിരിക്കാത്ത കാലം വരുമ്പോൾ, പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ സുജൂദിൻ്റെ ഖിബല നഷ്ടപ്പെടുമ്പോഴാണ് അള്ളാഹു ലോകാവസാനം നടത്തുന്നത്. ഇദസ്സമാഉൻ ഷഖ്ഖത്, ആകാശലോകങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് ചരാചരങ്ങളുടെ സുജൂദിൻ്റെ ഖിബല ഭൂമിയിൽ നഷ്ടപ്പെടുമ്പോഴാണ്. അത് നഷ്ടപ്പെടുന്നത് മുഅ്മിനീങ്ങൾ ഇവിടെ നിന്ന് ഇല്ലാതെയാകുമ്പോഴാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഈമാനിൻ്റെ സൂക്ഷിപ്പ് കേന്ദ്രമായ ഖൽബിനെ കേന്ദ്രമാക്കി, അവിടെ റൂഹിനെ കേന്ദ്രമാക്കി ചെയ്തിരുന്ന ഇബാദത്തുകൾ പിന്നെ വിനഷ്ടമാവുകയാണ് ഖിബല നഷ്ടപ്പെട്ടു പോകുമ്പോൾ. ഇനി എന്തിനാണ് പ്രപഞ്ചം? അള്ളാഹുവിനെ അറിയാനല്ലയോ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഇനി ഇത് വേണ്ട എന്ന് റബ്ബ് തീരുമാനിക്കുന്ന നേരമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅ, അന്ത്യനാൾ അടുത്തു വരാനിരിക്കുന്നു എന്ന് റബ്ബ് തആല പറയുമ്പോഴും ആയിരക്കണക്കിന് കൊല്ലങ്ങൾ അതിന് ശേഷം വരാനുണ്ടെങ്കിൽ പോലും ഈ അന്ത്യനാൾ അടുത്തു തന്നെയാണ്. എന്തുകൊണ്ട്? ഇന്ന യൗമൻ ഇൻദ റബ്ബിക, അല്ലാഹുവിൻ്റെ അരികത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന 1000 വർഷങ്ങളാണ് ഒരു ദിവസം. വേറെ ആയത്തിൽ 50 അൽഫ സന, 50,000 വർഷങ്ങളാണ് അള്ളാഹുവിൻ്റെ അരികത്ത് ഒരു ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നൊരു 50,000 കൊല്ലമില്ല, 25,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലോകാവസാനം എന്ന് സങ്കല്പിച്ചാൽ റബ്ബിൻ്റെ കണക്കിലത് അര ദിവസത്തിൽ താഴെയാണ്. റബ്ബിൻ്റെ കണക്കിലത് അര ദിവസത്തിൽ താഴെയാണ്. അള്ളാഹു സമയത്തെ പടച്ചവനാണ്, സൃഷ്ടികളെ പടച്ചവനാണ്. സമയത്തിന് മുമ്പ് അള്ളാഹു ഉണ്ട്, സമയം തീർന്നാലും അള്ളാഹു ഉണ്ട്. സമയം അറിയണമെങ്കിൽ ഇവിടെ ഹവാദിസുകൾ നടക്കണം, എന്ന് പറഞ്ഞാൽ ഇവൻസുകൾ നടക്കണം, സംഭവങ്ങൾ ഉണ്ടാകണം. ആളുകൾ ഇവിടെ നടക്കുന്നു, ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇരുന്ന് കേൾക്കുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ ഹവാദിസുകളാണ്. ഈ സംഭവങ്ങൾ നടക്കാതിരുന്നാൽ സമയം കണക്കാക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് മരിച്ചുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമയം നിശ്ചലമാവുകയാണ് ചെയ്യുന്നത്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. എന്തുകൊണ്ട്? കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, എത്ര വർഷങ്ങളാണ് ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചത് എന്ന് ഓർമ്മയുണ്ടോ? അള്ളാഹു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, എത്ര വർഷങ്ങൾ? 60, 70, 80 വയസ്സാകുമ്പോൾ പോലും മനുഷ്യന് തോന്നുന്നില്ല എനിക്ക് പോകാൻ സമയമായി തുടങ്ങിയെന്ന്. മനുഷ്യൻ ചിന്തിച്ചു പോകുന്നത് ഇനിയും ഞാനിവിടെ മരിക്കാതെ തുടരുമെന്നാണ്. അങ്ങനെ അപ്രതീക്ഷിതമായി നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ കാരണം കൊണ്ട് അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത് കാണുന്നില്ലേ? അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത് വളരെ ക്ഷണികമായൊരു ജീവിതത്തിനാണ്. എന്നൊന്നും നിലനിൽക്കുന്ന ലോകമല്ല ഇത്. വളരെ പെട്ടെന്ന് റബ്ബിലേക്ക് പോകേണ്ടവരാണ്. കുറച്ച് സമയം എക്സാം എഴുതാൻ പേപ്പർ തന്ന് എഴുതിക്കോ എന്ന് ടീച്ചർ പറയുന്ന പോലെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെല്ലടിച്ചാൽ നിർത്തണം കേട്ടോ എന്നാണ് ടീച്ചറുടെ ഉത്തരവെങ്കിൽ, അതുപോലെ അള്ളാഹുവിൻ്റെ മലക്കുൽ മൗത്ത് വരുമ്പോൾ നിർത്തിപ്പോകേണ്ടവരാണ് നമ്മൾ. ആരാണതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ഇപ്പോൾ? കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, 90, 100 വയസ്സ് കഴിഞ്ഞ് മരിച്ചുപോയ മനുഷ്യരോട് പോലും അള്ളാഹു എത്രയാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചത് എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുമത്രേ, ലബിത്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരു ദിവസത്തിൽ അല്പമോ ഞങ്ങൾ ജീവിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ പറയാം, ഒരു ദിവസം ജീവിച്ചു എന്ന് തോന്നുന്നു.